നമസ്കാരം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ BJP CPM ഡീൽ എന്ന് പറഞ്ഞ ആവേശത്തോടെ പറഞ്ഞ UDF ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ ആകെ വെട്ടിലായ അവസ്ഥയിലാണ്. PM ശ്രീ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റ് ധനസഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്തിൽ UDF സർക്കാർ ആശങ്കപ്പെട്ട് നിൽക്കുകയാണെന്നാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഒപ്പിട്ട കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്നും വഞ്ചിച്ചാൽ നിയമപരമായി പണി കിട്ടുമെന്നും സർക്കാരിന് കാറ്റിൽ പറക്കാത്ത ഉപദേശം ലഭിച്ചതായാണ് വിവരം. ബാക്കി കേന്ദ്ര ഫണ്ടുകൾ കൂടി നിലച്ചാൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഏതാണ്ട് പൂട്ടിക്കെട്ടേണ്ടി വരുമെന്ന് സർക്കാരിന് വ്യക്തമായി അറിയാം. എന്നാൽ ഈ വിഷയത്തിൽ മുന്നണിയിൽ കനത്ത ചർച്ച നടത്തിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമേ മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കൂ. അതേസമയം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കേന്ദ്രത്തോട് വിട്ടുവീഴ്ച വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് UDF. സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാനത്തിന് വേണം. കേരള സിലബസിൽ തന്നെ പഠനം തുടരണം എന്നൊക്കെ കേന്ദ്രത്തോട് ചോദിക്കാനാണ് പദ്ധതി. അതേസമയം UDFന്റെ ഈ നിലപാടിനെതിരെ ആഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട്. അധികാരത്തിൽ വന്ന മാസങ്ങൾക്കകം UDF സർക്കാർ സംഘപരിവാറിന് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുകയാണ്. PM ശ്രീ, വന്ദേ മാതരം, സർവകലാശാലകളിൽ RSS അനുഭാവികളെ തിരികെ കയറ്റാൽ വഖഫ് ബോർഡ്, അങ്ങനെ സകല കാര്യത്തിലും ഇത് തെളിഞ്ഞു കഴിഞ്ഞുവെന്ന് പിണറായി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ PM ശ്രീ എതിർത്തു. അത് CPM BJP ഡീലാണെന്ന് പറഞ്ഞ് കാഹളമൂതി. ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ സ്വന്തം അണികളെപ്പോലും പിന്നിൽ നിന്ന് കുത്തുന്ന പണിയാണ് UDF ചെയ്യുന്നത്. തടഞ്ഞുവെച്ച SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് LDF സർക്കാർ ആദ്യഘട്ടത്തിൽ MOUവിൽ ഒപ്പിട്ടത്. പക്ഷേ ഇതൊരു നിയമപരമായ വിഷയമായതുകൊണ്ട് പിന്നീട് മറ്റ് നടപടികളിലേക്ക് പോയില്ല. പദ്ധതിയിൽ നിന്നും പിന്മാറുന്നു എന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്തും കൊടുത്തുവെന്നും പിണറായി പറഞ്ഞു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്തുവെച്ച് അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ നേരെ മറുകണ്ഠം ചാടി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും ലീഗും ഒന്നടങ്കം കാവ്യവൽക്കരണത്തിന് ഒത്താശ ചെയ്യുകയാണ്. ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാൻ കഴിയില്ലെന്ന് ഇവരുടെ വാദം ശുദ്ധ തെറ്റാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതൊക്കെയോ അടിയൊഴുക്കുകളുടെ ഭാഗമായിട്ടാണ് ഈ മറുകണ്ഠം ചാട്ടമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. വിഷയത്തിൽ VD സതീശനെതിരെയും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെതിരെയും കടുത്ത വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ശുദ്ധ കള്ളമാണ്. MOU ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാൻ കഴിയില്ലെന്ന വാദം വെറും പുകമറയാണ്. BJPക്കും RSSനും കേരളത്തിൽ അടിത്തറയുണ്ടാക്കാൻ ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ കൂട്ടുനിൽക്കുകയാണ്. പദ്ധതി തുടരുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ഐസക് ചോദിച്ചത്. LDF സർക്കാർ ഒപ്പിട്ടത് വെറുമൊരു MOU മാത്രമാണ്. അത് കരാറിൽ ഏർപ്പെടാനുള്ള ചർച്ചയുടെ ആദ്യപടി മാത്രമായിരുന്നു, അല്ലാതെ പദ്ധതി നടപ്പിലാക്കലല്ല. പുതിയ സർക്കാർ അധികാരമേറ്റ് വെറും 3 മാസം കൊണ്ട് 18,000 കോടിയിലധികം രൂപ കടമെടുത്തു കഴിഞ്ഞു. പോരാത്തതിന് 1% കൂടി വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയെ രഹസ്യമായി കണ്ടപേക്ഷിക്കുകയാണ്. നാടൊട്ടുക്കും കടപ്പേടി ഉണ്ടാക്കിയവരാണിപ്പോൾ ഈ പണി കാണിക്കുന്നതെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു.